ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് തന്നെയാണ് GST കൗൺസിലിൻ്റെ മാത്രമല്ല. കാരണം 8 സംസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ചില വ്യത്യസ്തമായ കാര്യം പറഞ്ഞത്. ഇത് 8 സംസ്ഥാനങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, ഭരണപക്ഷ സംസ്ഥാനങ്ങളൊന്നും വ്യത്യാസമില്ല. സ്റ്റേറ്റുകളുടെ ഫൈനാൻഷ്യൽ ഓട്ടോണമിയും ഫൈനാൻഷ്യൽ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വലിയ തോതിൽ ഉള്ള വ്യത്യാസം വരുന്നുണ്ട് ധനാഗമ മാർഗത്തിൽ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലാതെ വളരെ ലോ റേറ്റ് ടാക്സ് ചില മേഖലകളിൽ കൊടുക്കണം, ചിലത് ഫ്രീ ആക്കണം എന്നുള്ളതിനും നമുക്ക് തർക്കമില്ല. സാധാരണക്കാരുടെ ഐറ്റങ്ങൾ, ഫുഡ് ഐറ്റങ്ങൾ, മരുന്നുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പരിഷ്കരണം വേണ്ടി വരും. പക്ഷേ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വലിയ ലക്ഷറി ഐറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാം കുറയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ വരുമ്പോൾ പുകയിലയൊക്കെ വലിയ അങ്ങനെ വരുമ്പം അതുണ്ടാക്കുന്ന വലിയ വരുമാന നഷ്ടമുണ്ട് സംസ്ഥാനങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ഇതുവരെ നഷ്ടം കണക്കാക്കിയിട്ടില്ല. GST കൗൺസിലിന് മുമ്പിൽ കൃത്യമായൊരു പഠനമോ റിപ്പോർട്ടോ ഇതുവരെ വന്നിട്ടില്ല. ഗവൺമെൻറ്, ഞങ്ങളെല്ലാം ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിലെ അംഗങ്ങളാണ്, അതിൽ വന്നിട്ടില്ല, പഠനം വന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ട്. ഇത് പിന്നെ നോൺ BJP സംസ്ഥാനങ്ങളെന്നല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സംസ്ഥാനങ്ങൾ ദുർബലമാവുക എന്ന് പറഞ്ഞാൽ രാജ്യം ദുർബലമാവുക എന്നാണ് അർത്ഥം. അങ്ങനെ അപകടത്തിലേക്ക് പോകരുതെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ റവന്യൂ വേണം. എന്നാൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് ആനുകൂല്യം കൊടുക്കണം. അവിടെയാണ് സംസ്ഥാനങ്ങളുടെ റവന്യൂ ഉറപ്പാക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഇന്നും നാളെയാണ് ചർച്ച. വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഓണത്തിൻ്റെ സമയത്തും ഞങ്ങളെല്ലാം പൂർണ്ണമായി ചർച്ചയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ നഷ്ടപരിഹാര ഫണ്ടിൽ 40,000 കോടി ഉണ്ട്. അതിൽ നിന്ന് നഷ്ടപരിഹാര ഫണ്ടിൽ നിന്ന് തുക നൽകുമെന്നുള്ള എന്തെങ്കിലും ഉറപ്പ്? നഷ്ടപരിഹാരം 95,000 കോടി ഇപ്പം കോമ്പൻസേഷൻ സെസ്സിൻ്റെ ബാക്കി ഉണ്ടാവും എന്നൊക്കെ ഒരു കണക്കുണ്ട്. അതൊന്നും ഇന്ത്യ പോലൊരു രാജ്യത്തൊരു വലിയ തുകയല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. 40,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാനത്തിന് മാത്രം GST തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന കോമ്പൻസേഷൻ പാക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് 54,000 കോടി കിട്ടേണ്ടതാണ്. GST വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടാക്സ് ഒരു GST വേണ്ട, സർവീസ് ടാക്സ് ഞങ്ങൾക്ക് വേണ്ട, കേന്ദ്രം എടുത്തോട്ടെ. അങ്ങനെ സമയത്തുള്ള ടാക്സിൻ്റെ വളർച്ച നോക്കിയാൽ കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം 51,000 ചില്ലാനും കോടിയാണ് കിട്ടേണ്ടിയിരുന്നത്, അതായത് GST ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ എത്ര കിട്ടിയെന്നറിയോ? 32,600 കോടി. അപ്പോൾ GST വന്നതിന് ശേഷം ഇപ്പം തന്നെ നമുക്ക് 32,600 കോടി എന്ന് പറഞ്ഞാൽ 54,000, 20,000, 24,000 കോടിയുടെ കുറവുണ്ട്. അത് ആ കുറവ് ബാധിക്കുന്നത് നിങ്ങളെ എല്ലാം കൂടെ അല്ലേ, നമ്മുടെ സംസ്ഥാനത്തെ ആകെയല്ലേ. അതിൻ്റെ മേലെ ഇപ്പോൾ വീണ്ടും 8,000, 9,000 കോടി കൂടെ കുറയുമെന്നാണ് ആശങ്ക. അത് കുറയുക, അതിൽ കൂടെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പം സംസ്ഥാനങ്ങളൊക്കെ ഒരു പണവും ഇല്ലാതാവുന്ന സ്ഥിതി വരും. എന്നാൽ ഈ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാ? സാധാരണ കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല, വൻകിട ബിസിനസ്സുകാർക്കേ കിട്ടുന്നുള്ളതാണ് പഴയ അനുഭവം. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഈ കാര്യം പറയുന്നത്. ഇതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വാശിയുടെ പ്രശ്നമേ ഇല്ല. കാരണം ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണകക്ഷിയാവാം. അങ്ങനെയല്ലേ ഇന്ത്യയിൽ. ഇപ്പോൾ 3 ടൈമായിട്ട് BJP കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിൽ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഇനിയും BJP കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിൽ ഇരിക്കുമോ? അങ്ങനൊന്നും ഇന്ത്യൻ ഡെമോക്രസിയിലില്ല. ഇനിയും എത്ര വലിയ ഏകാധിപത്യമുള്ള രാജ്യങ്ങളിൽ പോലും ഒരു ഭരണകക്ഷിയും ഭരണകൂടവും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടില്ല. അടിസ്ഥാന കാര്യം ജനങ്ങളുടെ ജീവിതമാണ്, ജനങ്ങളുടെ വെൽബീയിങ് ആണ്, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിലുള്ള പ്രൊട്ടക്ഷനാണ്, അവരുടെ ഭക്ഷ്യസുരക്ഷയാണ്. അതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ്. അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് സാധാരണഗതിയിൽ BJP നോൺ BJP എന്നുള്ള തരത്തിലൊന്നും കാര്യമില്ല. ഇത് നോട്ട് നിരോധന സമയത്തൊരു പ്രഖ്യാപനം വന്നു, വലിയ ഗുണമുണ്ടായോ? അതേപോലെ ഇത് വേണ്ടത്ര ഹോംവർക്ക് നടത്താതെയാണ് വന്നേക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും നോക്കാം.